ഹലോ നമസ്കാരം. പഞ്ചാബ് വിഎസ് RCB മഴ മൂലം തടസ്സപ്പെട്ട് 14 ഓവറാക്കി ചുരുക്കിയ മാച്ചിൽ പഞ്ചാബ് സൂപ്പർബായിട്ടൊരു വിന്ന് നേടിയിരിക്കുകയാണ്. ബ്രില്യൻ്റ് ആയിട്ടുള്ള ക്രിക്കറ്റ് പഞ്ചാബ് ഇന്ന് കളിച്ചു. അതുപോലെ തന്നെ എക്സലൻ്റ് ആയിട്ടുള്ള ക്യാപ്റ്റൻസി, അതുപോലെ തന്നെ ബോളേഴ്സ് എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ട് ബോൾ ചെയ്തു പഞ്ചാബിൻ്റെ. അതുപോലെ ബ്രേവ് ബാറ്റിംഗ് ബൈ നേഹൽ വധേര. ഒരു രക്ഷയില്ലാത്ത മാച്ച്. പഞ്ചാബ് അർഹിച്ച ജയം പിടിച്ചെടുത്തിരിക്കുന്നു. RCBക്ക് വീണ്ടും ഹോമിൽ ഒരു പരാജയം. എന്താണ് സംഭവിക്കുന്നത്? അവർ കറക്റ്റായിട്ട് ഫസ്റ്റ് ബാറ്റ് ചെയ്യുമ്പോൾ എത്ര റണ്ണ് വേണമെന്ന് ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതായത് ക്യാപ്റ്റനോ അല്ലെങ്കിൽ കോച്ചിനോ ഇല്ലാന്നുണ്ടെങ്കിൽ ബാറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ കണ്ടീഷൻസ് മോശമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ജഡ്ജ് ചെയ്തിട്ട് ബാറ്റ്സ്മാൻമാർക്ക് അതിനനുസരിച്ച് ഒരു റീ അസസ്മെൻറ്റ് നടത്താനായിട്ടും അതിനനുസരിച്ച് കളിക്കാനായിട്ടും പറ്റുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നത്തെ മാച്ചും കൂടെ കാണുമ്പോഴത്തേക്ക്. ശരിക്കും ഒരു 120, 130 ആ റേഞ്ചിൽ മതിയായിരുന്നു ഈ ഒരു 14 ഓവറിൽ ഈ ഒരു കണ്ടീഷനിൽ. എനിക്കൊന്ന് അവരൊരു 170ക്ക് വേണ്ടിയിട്ടാണ് അടിച്ചു തുടങ്ങിയത്. അങ്ങനെ അടിച്ചു തുടങ്ങി വിക്കറ്റ് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത് RCBക്ക് ഒരു വൺ കൊളാപ്സിലേക്ക് പോവാണ് ഇന്ന് സംഭവിച്ചത്. അതുപോലെ തന്നെ ഫിൽ സോൾട്ട് കളിച്ചില്ലെങ്കിൽ RCB ഇല്ല എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് പോകുന്നത് വളരെ ഡേഞ്ചറസ് ആണ്. ഫിൽ സോൾട്ട് കളിക്കാത്ത മാച്ചുകളിലും RCB വിൻ ചെയ്യണം. കോഹ്ലി ഇങ്ങനെയുള്ള ഡിഫിക്കൽട്ട് കണ്ടീഷൻസിൽ ഒരു ആംഗിൾ റോളിലേക്ക് മാറണം, അവിടെ നിൽക്കണം. കോഹ്ലി അവിടെ നിന്നാലേ RCBക്ക് മുന്നോട്ട് ആ ബാറ്റിംഗ് ഓർഡറിനെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഡിഫിക്കൽട്ട് കണ്ടീഷൻസിൽ. ഇനി ലിവിങ്സ്റ്റണിനെ ചേഞ്ച് ചെയ്യേണ്ട സമയം ഓൾറെഡി ആയി. പെത്തൽ വരണം. ലിവിങ്സ്റ്റണിന് ടീമിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്നത്തെ മാച്ചിനായാലും ക്രൂഷ്യലായിട്ടുള്ള മാച്ചായി. ഇതിലൊക്കെയാണ് പെർഫോം ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഒരിക്കൽ കൂടെ ലിവിങ്സ്റ്റണെ മാറ്റാതെ പെത്തലിനെ കൊണ്ടുവരാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ക്യൂസ് ഇല്ല. അതുപോലെ തന്നെ RCBയുടെ മിഡിൽ ഓർഡേഴ്സ് ജിതേഷ് ശർമ്മ ആയാലും അതുപോലെ തന്നെ കൃണാൽ പാണ്ഡ്യ ആയാലും ഈ പെർഫോമൻസ് പോരാ. മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാർ പെർഫോം ചെയ്താലേ RCBക്ക് സർവ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ചും പണ്ട് തൊട്ടേ RCBയുടെ പ്രശ്നമാണ് ഇന്ത്യൻസ് കോർ നന്നായിട്ട് പെർഫോം ചെയ്യണം. ഇപ്പോൾ ജിതേഷ് ശർമ്മയാണ്, കൃണാൽ പാണ്ഡ്യയാണ് RCBയുടെ ഒരു മിഡിൽ ഓർഡറിൽ കളിക്കുന്ന ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ. അവർ ഉറപ്പായിട്ട് നല്ല പെർഫോമൻസ് ചെയ്യും. പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അവരവിടെ നിന്ന് ടീമിനെ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ ഉത്തരവാദിത്തം ഉള്ള ബാറ്റ്സ്മാൻമാരാണ്. അവർ പെർഫോം ചെയ്തില്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. ഇനി ഇന്നത്തെ RCBയുടെ ഹീറോയിലേക്ക് വരാം. ടിം ഡേവിഡ്. ഞാൻ ഈ സീസൺ തുടങ്ങിയ സമയത്ത് മുമ്പിലൊക്കെ കണ്ടിട്ട് എനിക്ക് തീരെ അത്ര കൺവിൻസിങ് അല്ലാത്തൊരു ഫിനിഷറായിരുന്നു ടിം ഡേവിഡ്. നല്ലൊരു ഫിനിഷിങ് 1-2 പ്രാവശ്യം അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇന്നത്തെ മാച്ച് കൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ടിം ഡേവിഡ് നന്നായിട്ട് ഉത്തരവാദിത്തമുള്ളൊരു ബാറ്റിംഗ് ഇന്ന് കാഴ്ചവെച്ചു. അവിടെ നിന്നു. എനിക്കൊന്ന് 6ാമത്തെ 7ാമത്തെ ഓവറിൽ വന്നിട്ട് ആ 14ാമത്തെ ഓവർ വരെ അവിടെ നിന്നിട്ട് ഒരു ടീമിൽ ഒരു ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്തിക്കാനായിട്ട് ടിം ഡേവിഡിന് സാധിച്ചു. അങ്ങനെ ഒരു ബാറ്റിംഗ് പെർഫോമൻസ് ടിം ഡേവിഡിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ പേഴ്സണലി പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഐ എം വെരി ഹാപ്പി ഫോർ ടിം ഡേവിഡ്. RCBക്ക് എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ് ടിം ഡേവിഡ്. ഇനി പഞ്ചാബിൻ്റെ ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ യാൻസൺ, വാട്ട് എ മാൻ. നല്ല ഹൈറ്റും ഉള്ളതുകൊണ്ട് ആ ഒരു ഇത്തരം കണ്ടീഷൻസ് അനുകൂലമായപ്പോഴത്തേക്ക് നന്നായിട്ട് അടിച്ചെറിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് കിട്ടിയ ഒരു ഇമ്പാക്റ്റ് നന്നായിട്ട് യൂസ് ചെയ്തു. ബ്യൂട്ടിഫുള്ളായിട്ട് ബോൾ ചെയ്തു. അതുപോലെ തന്നെ ചാഹൽ കഴിഞ്ഞ മാച്ചിലെ ഫോം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്ന് ഇന്ന് RCBയുടെ നെഞ്ചത്ത് തന്നെ കുത്തി ചിന്നസ്വാമിയിൽ വന്നിട്ട്. ഓൾറെഡി അറിയാമായിരുന്നു ചാഹലിൻ്റെ മുക്കുമൂല അറിയാവുന്ന ഒരാളാണ് ചിന്നസ്വാമിയുടെ ചാഹൽ. സോ ഇന്ന് പെർഫോം ചെയ്തെന്ന് അറിയാമായിരുന്നു. എന്തായാലും നന്നായിട്ട് പെർഫോം ചെയ്തു. ക്രൂഷ്യലായിട്ടുള്ള വിക്കറ്റ് എടുത്തു. പ്രത്യേകിച്ചും രജത് പട്ടിദറിൻ്റെ വിക്കറ്റ് വളരെ ക്രൂഷ്യലായിരുന്നു. പിന്നെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ, ബ്രില്യൻറ്റ് ക്യാപ്റ്റൻസി, ഒരു രക്ഷയില്ല. കറക്റ്റായിട്ടുള്ള ബോളിംഗ് ചേഞ്ചസ്, സ്പോട്ട് ഓൺ, ഒരു രക്ഷയില്ല. RCB ഇങ്ങനെ വിക്കറ്റ്സ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ടൈറ്റ് ചെയ്യാൻ നേരത്ത് കൃത്യമായ ബോളിംഗ് ചേഞ്ചസ് കൊണ്ടുവന്ന് RCB ഇങ്ങനെ വരിഞ്ഞ് മുറുക്കി ഒരു ശ്വാസം മുട്ടിക്കുന്ന രീതിയിലേക്ക് ആക്കിയത് ക്യാപ്റ്റൻ്റെ മികച്ച തീരുമാനങ്ങളാണ്. സൂപ്പർ ക്യാപ്റ്റൻസി. ഇപ്പോൾ കഴിഞ്ഞ മാച്ചിൽ ഒരു ചെറിയ സ്കോർ ഡിഫെൻഡ് ചെയ്തിട്ട് ഈ മാച്ചിൽ വന്നിട്ട് ഒരു ടീമിനെ ഇത്രയും ചെറിയ സ്കോറിൽ ഔട്ടാക്കുക എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ്സ് ടു ശ്രേയസ് അയ്യർ. പണ്ട് ഡൽഹിയെ ഫൈനലിൽ എത്തിച്ച ക്യാപ്റ്റൻ, കഴിഞ്ഞ വർഷം KKRനെ കപ്പെടുത്തു കൊടുത്ത ക്യാപ്റ്റൻ. ഇതുകൊണ്ടെന്നൊക്കെ ഇതുവരെ ക്രെഡിറ്റ് കിട്ടാത്ത ഒരാളാണ് ശ്രേയസ് അയ്യർ ഇത്രയും നാളായിട്ട്. പക്ഷേ ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് ഇനിയും ആ ശ്രേയസ് അയ്യറിന് ക്രെഡിറ്റ് കൊടുത്തില്ലെങ്കിൽ വളരെ മോശമാണ്. എക്സലന്റ് ക്യാപ്റ്റൻസി. ഇനി നമുക്ക് RCBയുടെ ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭുവനേശ്വർ കുമാറും ഹേസൽവുഡും ബ്യൂട്ടിഫുള്ളായിട്ട് ബോൾ ചെയ്തു. ഇത്രയും ചെറിയ സ്കോർ ആണെങ്കിൽ പോലും അവർ നന്നായിട്ട് എറിഞ്ഞു. RCB ഒരു സമയത്ത് ഇങ്ങനെ കളി പിടിക്കുന്ന പോലെയൊക്കെ തോന്നിച്ചു. നന്നായിട്ട് എറിഞ്ഞു, ഫുൾ എഫോർട്സ് ഇട്ടു. പക്ഷേ ആദ്യം യശ് ദയാൽ ഒരു ക്യാച്ച് വിട്ടു. അതുപോലെ തന്നെ 1-2 എഡ്ജസ് ഒക്കെ ആയിട്ട് കുറച്ച് റണ്ണ് ലീക്കായി. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് RCBക്ക് കയ്യിൽ ഈ ഒരു ചെറിയ സ്കോറിൽ പാടാണ്. പ്രത്യേകിച്ചും ചിന്നസ്വാമിയിൽ ഡിഫെൻഡ് ചെയ്യാൻ വളരെ പാടാണ്. പക്ഷേ ഇതിനിടയിലും ഭുവനേശ്വർ കുമാറും ഹേസൽവുഡും ബ്യൂട്ടിഫുള്ളായിട്ട് കണ്ടീഷൻസ് അനുസരിച്ച് ബ്യൂട്ടിഫുള്ളായിട്ട് ബോൾ ചെയ്തു. ആൻഡ് നേഹൽ വധേര, വാട്ട് എ യങ് മാൻ. ഇതാണ് മിഡിൽ ഓർഡറിൽ ഒരു ഇന്ത്യൻ ബാറ്റ്സ്മാൻ ഒരു ടീമിന് കൊടുക്കേണ്ട പെർഫോമൻസ്. പ്രതിസന്ധിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് എല്ലാവരും വിക്കറ്റ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നേഹൽ വധേര അങ്ങോട്ട് അടിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു 2 അടി പെട്ടപ്പെട്ടേന്ന് അടിച്ചപ്പോഴത്തേക്ക് RCBയുടെ കോൺഫിഡൻസ് പോയി, കളി ജയിക്കുക എന്നുള്ള വിശ്വാസം പോയി, എല്ലാം പോയി. ആ ഒരു നെഞ്ചുറപ്പ്, ആ ഒരു ടെമ്പറമെൻ്റ് ആണ് ഒരു യങ് മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ ഒരു ടീമിന് കൊടുക്കേണ്ട
ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ RCB സംബന്ധിച്ച് ജിതേഷും കൃണാലും ചെയ്യാതിരുന്നതും ഇതേ കാര്യം തന്നെയാണ്. ഹാറ്റ്സ് ഓഫ്, അടിപൊളി ബാറ്റിംഗ്. ആ ഒരു ബാറ്റിംഗ് കൊണ്ടാണ് അവിടെ ഒരു ബിൽഡ് ചെയ്ത് വന്നൊരു പ്രഷർ അങ്ങ് ഒറ്റ ഒരു എനിക്കൊന്ന് കുറച്ച് ബോളുകൾ കൊണ്ട് അങ്ങ് ഇല്ലാതാക്കി കളഞ്ഞു നയൽ വധേര. ഒരു രക്ഷയില്ല, സൂപ്പർ ബാറ്റിംഗ്. ഇനി രണ്ട് ടീമുകൾ തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ചാഹൽ ആൻഡ് ബ്രാർ സ്പിന്നേഴ്സ്. അതായിരുന്നു രണ്ട് ടീം തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം. അവരാണ് കളി പിടിച്ച് പഞ്ചാബിന് കൊടുത്തത്. ഇനി RCBയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സുരേഷ് ശർമ്മയും കൃണാൽ പാണ്ഡ്യയും ഒരു ഡീസൻ്റായിട്ട് എറിഞ്ഞു എന്നല്ലാതെ ആ ഒരു വിക്കറ്റ് ടേക്കിംഗ് പെർഫോമൻസ് ചാഹൽ കൊടുത്തോലോ ബ്രാർ കൊടുത്തോലോ ഒരു പെർഫോമൻസ്, പ്രത്യേകിച്ചും ചാഹൽ കൊടുത്തോലോ ഒരു പെർഫോമൻസ് RCB സ്പിന്നേഴ്സിന് കൊടുക്കാനായിട്ട് സാധിച്ചില്ല. അവിടെയാണ് രണ്ട് ടീമുകളും തമ്മിൽ വ്യത്യാസം വന്നത്. അതേസമയം RCBയുടെ ഫാസ്റ്റ് ബോളേഴ്സ് ബ്യൂട്ടിഫുള്ളായിട്ട് ബോൾ ചെയ്തു. അത് നമ്മൾ ആദ്യം തൊട്ടേ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. RCBയുടെ സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ച് വീക്കാണെന്നുള്ളത്. ഇതുപോലുള്ള ക്രൂഷ്യലായിട്ടുള്ള മാച്ചസ്, ക്രൂഷ്യലായിട്ടുള്ള സിറ്റുവേഷൻസിലാണ് ഇപ്പോൾ ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ അല്ലെങ്കിൽ ചാഹലിനെ പോലൊക്കെയുള്ള സ്പിന്നർ വന്നിട്ട് ഒരു വലിയ ഡിഫറൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പലരും പറഞ്ഞിരുന്നത് RCBയുടെ സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിയിട്ട്. എങ്കിലും ഇനി മുന്നോട്ട് സമയമുണ്ട്. എങ്കിൽ പോലും ഇതൊരു ചെറിയ സൂചനയാണ്. ഇങ്ങനെയുള്ള പെർഫോമൻസ് പോരാ സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ നിന്ന്. പിന്നെ ബാറ്റിങ്ങിൻ്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ബെത്തൽ തീർച്ചയായിട്ടും വരണം. ബെത്തൽ വരാനുള്ള സമയമായി. ലിവിങ്സ്റ്റൺ മാറണം. ഇന്നത്തെ ഒരു മാച്ചിൽ ബോൾ ചെയ്യാൻ പോലും യൂസ് ചെയ്തില്ല. പുള്ളിയെ മാറ്റുമായിരുന്നു. ഇമ്പാക്ട് സബ് വന്നപ്പോൾ ലിവിങ്സ്റ്റൺ ആണ് പുറത്തേക്ക് പോയത്. അപ്പോൾ അങ്ങനെ ഒരു പ്ലെയറിൻ്റെ സത്യം പറഞ്ഞ ഒരു വാല്യൂ കറക്റ്റായിട്ട് ടീമിന് കിട്ടുന്നില്ല. ബെത്തൽ വരേണ്ട സമയം ഇനി അവസാനം സീസൺ കഴിയാറാകുമ്പോൾ വന്നിട്ട് ഒരു പ്ലെയറിന് സമയം കിട്ടത്തില്ല. സോ നെക്സ്റ്റ് മാച്ചിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ബെത്തൽ വരേണ്ട സമയം അതിക്രമിച്ചു. അതുപോലെ തന്നെ ഇതുപോലെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്, ഡിഫിക്കൽട്ട് കണ്ടീഷൻസ് വരുമ്പോഴത്തേക്ക് വിരാട് കോഹ്ലി ആങ്കർ ചെയ്യണം. അതുപോലെ തന്നെ വിരാട് കോഹ്ലി ആങ്കർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ജിതേഷ് ശർമ്മ അല്ലെങ്കിൽ കൃണാൽ പാണ്ഡ്യ അങ്ങനെയുള്ള പ്ലേയേഴ്സ് മിഡിൽ ഓർഡറിൽ നല്ല സ്ട്രോങ് ആയിട്ട് നിന്ന് പെർഫോം ചെയ്ത് കൊടുക്കാനുള്ള ഒരു സംഭവം ചെയ്തേ പറ്റൂ. രജത് പട്ടീദർ അക്രമാസക്തമായിട്ട് തന്നെയാണ് ആദ്യം തൊട്ട് ബാറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇതിനകത്ത് പുള്ളിയുടെ ഒരു സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അവിടെ വിരാട് കോഹ്ലി പെട്ടെന്ന് ഔട്ടായി പോകുകയാണെങ്കിൽ ഏതെങ്കിലും ഒരാൾ അവിടെ ഉത്തരവാദിത്തോടെ നിൽക്കാനുള്ള ഒരു ഇത് മിഡിൽ ഓർഡറിൽ ബാറ്റ്സ്മാർ കാണിക്കണം. അതാണ് RCBയെ സംബന്ധിച്ച് ഇനി മുന്നോട്ടുള്ള കാര്യം. ഇത് കുഴപ്പമില്ലാത്തൊരു മാച്ച് തന്നെയായിരുന്നു. ആ ഒരു ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് എന്തായാലും നഷ്ടപ്പെട്ടു. ഇനി ഞായറാഴ്ച ഇനി പഞ്ചാബിൽ പോയിട്ട് ഇതിന് പ്രതികാരം ചെയ്യാൻ RCB തീർച്ചയായിട്ടും ട്രൈ ചെയ്യും. അവിടെ RCB ജയിക്കാനായിട്ട് സാധിക്കട്ടെ. പിന്നെ എ ഫൈനൽ വേർഡ് ഫോർ പഞ്ചാബ്, അൺസ്റ്റോപ്പബിൾ ആയിട്ടാണ് ഈ ടീം പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ രീതിയിലും പെർഫോമൻസ്. ജോഷ് ഇംഗ്ലീഷ് ഇന്ന് ഇത്രയും കണ്ടീഷൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് 1-2 ഷോട്ട്സ് ഒക്കെ അടിച്ചു. ഒരു രക്ഷയില്ലായിരുന്നു. പുള്ളി നന്നായിട്ട് പെർഫോം ചെയ്യും. ബാറ്റിംഗ് സെറ്റാണ്. ബോളിംഗ് ഇങ്ങനെ ഇപ്പോൾ യാൻസനൊക്കെ ഇങ്ങനെയുള്ള പെർഫോമൻസ് കൊടുക്കുമ്പോഴത്തേക്ക് ബോളിംഗും പെർഫോമൻസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പഞ്ചാബ് ഈസ് വെരി ഡേഞ്ചറസ്. അപ്പോൾ ഇതൊക്കെയാണ് RCB vs പഞ്ചാബ് മാച്ചിനെ പറ്റിയിട്ടുള്ള തോട്ട്സ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. എതിരഭിപ്രായങ്ങളും തീർച്ചയായിട്ടും പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും IPL റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.